നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സാമുദായിക സംഘടനകൾ ആർക്കൊക്കെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാനാണ് തയ്യാറെടുത്തിരിക്കുന്നത് എന്നതിന് പ്രസക്തിയേറെയാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഒരു പ്രധാന വോട്ട് ബാങ്ക് ആയിരുന്ന SC/ST സമുദായവും ഈഴവ സമുദായവും അവരെ കൈവിട്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ SNDP സമുദായത്തിൻ്റെ നിലപാട് 2026 എന്തായിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPMS എന്ന കേരള പുലയർ മഹാസഭയുടെ പിന്തുണ ഏത് മുന്നണിക്കായിരിക്കുമെന്ന KPMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM വിനോദ് വ്യക്തമാക്കിയിരിക്കുകയാണ്. M5 ന്യൂസുമായുള്ള അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം അത് വ്യക്തമാക്കിയത്. അകന്നുകൊണ്ടേയിരിക്കുകയാണ് പട്ടിക വിഭാഗങ്ങൾ. അത് വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 8 കൊല്ലമായി. എല്ലാ വിഭാഗങ്ങളെയും സംതൃപ്തിപ്പെടുത്താൻ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ പട്ടിക വിഭാഗത്തിനോട് വളരെ അവഗണനയാണ്. അവരുടെ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലംസം ഗ്രാന്റ് പോലും കൃത്യസമയത്ത് കൊടുക്കാതെ ഗവൺമെന്റ് കഴിയുന്നില്ല. അവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ മുഴുവൻ അട്ടിമറിച്ചു. തൊഴിൽപരമായവർക്ക് ഒരു തൊഴിലും കിട്ടാത്ത തരത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും താൽക്കാലിക നിയമനങ്ങൾ കൊണ്ട് കുത്തി നിറച്ചു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ലാതെ ഒരു തൊഴിൽ കിട്ടുന്നതിനും സാധിക്കുന്നില്ല. അങ്ങനെ വിവിധ കാരണങ്ങളാണ് പട്ടിക വിഭാഗങ്ങൾക്കെതിരെ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്രയും വളരെ നികൃഷ്ടമായ നിലയിൽ ഈ ഭരണകൂടം ഗവൺമെന്റ് പട്ടിക വിഭാഗങ്ങളെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പട്ടികജാതിക്കാരെല്ലാവരും ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊന്ന്. 2, കേന്ദ്രത്തിൽ BJP ഗവൺമെന്റ് മാറണമെന്ന് പട്ടികജാതിക്കാർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇടതുപക്ഷത്തേക്കാൾ നല്ലത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റോടും ഉണ്ട്. അതുകൊണ്ട് കുറെ വോട്ട് അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. പൊതുവിൽ ദൈനംദിന LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഗവൺമെന്റ് പട്ടിക വിഭാഗം ഗവൺമെന്റിനെതിരായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റ് ഇതുവരെ മനസ്സിലാക്കത്തില്ല. അത് ഗവൺമെന്റ് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. മൂന്നാമത് അവിടെ LDF അധികാരത്തിൽ വരാവുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല. പക്ഷേ ഈ കോൺഗ്രസിനകത്ത് ഒരു പഠനപ്പണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിന് അനുകൂലമായി ഉണ്ടാകുമോ എന്നൊരു കാര്യത്തിലെ തർക്കമുള്ളൂ. ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന അസംതൃപ്തരായ ഘടകകക്ഷികൾ UDFിലേക്ക് കടന്നു വരികയോ UDF കുറെ കൂടെ ഐക്യത്തിലേക്ക് പോകാൻ മിക്കവാറും UDF അധികാരത്തിൽ വരാൻ കഴിയും. പക്ഷെ പൊതു കാലാവസ്ഥ LDFന് എതിരാണ്. അത് UDF എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചിരിക്കും ഭരണമാറ്റം. അല്ലാതെ വെള്ളാപ്പള്ളി ഈ പറയുന്നത് കാലത്തൊക്കെ വേറെ പൊളിറ്റിക്സ് ഉണ്ട്. പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നതിനോടൊന്നും പട്ടികജാതിക്കാർ വിശ്വാസം എടുക്കുന്നില്ല. കാരണം EWS എന്ന് പറയുന്ന സംവരണം ഇവിടെ കൊണ്ടുവന്നതിന്റെ സ്പീഡ് എല്ലാവർക്കും അറിയാമല്ലോ. അത് കേന്ദ്ര ഗവൺമെന്റ് ബില്ല് അവതരിപ്പിച്ച് പാസ്സായ ഉടനെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കാൻ വ്യഗ്രത കാണിച്ച ഒരു ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അവരുടെയൊക്കെ കണ്ടുപിടുത്തത് പട്ടികജാതിക്കാരെ ബാധിക്കുന്നതല്ല എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പാസ്സാക്കി, നിയമം പാസ്സാക്കി, അവർക്ക് സംവരണം കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ പട്ടികജാതിക്കാരുടെ ഒരു വിഷയത്തിനോട് ഗവൺമെന്റിന്റെ സമീപനം അതൊന്നുമല്ല. ഇപ്പോൾ ഇന്നലെ മുൻ മന്ത്രി AK ബാലൻ അതൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഗവൺമെന്റ് ഈ ആളുകളെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അതും ചെയ്യും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇടതുപക്ഷത്തിൽ നിന്ന് പട്ടികജാതിക്കാർ അകന്നു പോകുമ്പോൾ ആ വോട്ടിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ സബ് കാസ്റ്റ് റിസർവേഷൻ കൊണ്ടുവന്ന് ശ്രമം നടത്തി കുറച്ച് ആളുകളെ കൂടെ നിർത്താനുള്ളൊരു ബുദ്ധിയും ഗവൺമെന്റ് കാണിക്കില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങള് ഒരു സ്വതന്ത്ര നിലപാട് ഇപ്പൊ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി വിഭാഗങ്ങളുടേതായ സ്ഥാനാർത്ഥികളെ മുഴുവൻ സ്ഥലങ്ങളിൽ നിർത്തി മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം 6 മാസം കഴിഞ്ഞാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പൊ അന്ന് ഉരുത്തിരിയുന്ന സാഹചര്യത്തിനനുസൃതമായി ആ പിന്തുണയെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ
മുഴുവൻ സീറ്റുകളിലും ജനറൽ സീറ്റ് ആണ് ഞങ്ങൾ കൂടുതൽ നോക്കുന്നത്. സീറ്റുകളിൽ ഈ എല്ലാ 3 മുന്നണികൾക്കും എതിരായി മത്സരിക്കാനാണ് തീരുമാനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനനുസൃതമായി അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാവി ഞങ്ങൾ ആലോചിക്കും. ഇടതുപക്ഷം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംവരണ സീറ്റിലല്ലേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ജനറൽ സീറ്റിലൊന്നും ആരെയും പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ തരുന്നത് സംവരണ സീറ്റിലാണ്. ജനറൽ സീറ്റുകളിൽ മത്സരിച്ചാൽ വിജയിപ്പിക്കാവുന്ന മാനസിക പക്വത ഇന്നും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ അഭ്യസ്ത വിദ്യരും പ്രബുദ്ധരുമായ കേരളത്തിൽ ഇതുവരെയായി ഒരു ജനറൽ സീറ്റിൽ ഒരു പട്ടികജാതിക്കാരനെ അപൂർവമായി ഒന്നോ രണ്ടോ ആളുകളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല, ബാക്കിയുള്ള ആളുകളെയൊന്നും ജനറൽ സീറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലല്ലോ ഒരു ഗവൺമെന്റും. എല്ലാ സംവരണത്തിലും ഇപ്പം നമുക്കറിയാലോ, കേരളത്തിൽ 5 കോർപ്പറേഷൻ ഉണ്ട്. സംവരണം പറഞ്ഞിട്ടാണ് 10 കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ ഒരു കോർപ്പറേഷൻ പട്ടികജാതിക്ക് കൊടുക്കൂ എന്ന് പറയുന്നത് സംവരണം പറഞ്ഞിട്ട് ന്യായം പറഞ്ഞിട്ടാണ്. ഏതെങ്കിലും ഒരു കോർപ്പറേഷന്റെ ചെയർമാനാക്കി ഒരു പട്ടികജാതിക്കാരനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് പ്രമോഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തോട് ഇടതുപക്ഷ സർക്കാർ കാണിച്ച ചില അകൽച്ചയും ചില നയപരമായ തെറ്റുകളോടുമൊക്കെയുള്ള എതിർപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KPMS അടക്കമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ പ്രകടിപ്പിച്ചത്. ഇടതുപക്ഷത്തോടും സർക്കാരിനോടുമുള്ള അകൽച്ചയും കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJP അക്കൗണ്ട് തുറക്കില്ല എന്ന ചില കണക്കൂട്ടലുകളൊക്കെ ആയിരുന്നു കോൺഗ്രസിനെ വിജയിപ്പിച്ച പ്രധാന ഘടകം. 2026 ഇടതുപക്ഷം 3ാം തവണയും അധികാരത്തിലെത്തില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് PM വിനോദ് എന്ന KPMSന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് 3ാം തവണയും ഇടതുപക്ഷ സർക്കാർ വരുമെന്നാണ്. എന്നാൽ KPMSന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് 3ാം തവണയും ഇടതുപക്ഷ സർക്കാർ വരാനുള്ള സാധ്യത കാണുന്നില്ല, BJPയും വരാനുള്ള സാധ്യതയില്ല, കോൺഗ്രസ് ആയിരിക്കാം അടുത്ത തവണ കേരളം ഭരിക്കുക. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ചില പടലപ്പിണക്കങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള തല്ലുമൊക്കെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ ഇപ്പോൾ നൽകുന്നില്ല. ഭവന നിർമ്മാണ പദ്ധതികൾ വലിയ അട്ടിമറി നടത്തുന്നു. താൽക്കാലിക നിയമനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട തൊഴിലവസരങ്ങൾ കുറയ്ക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും താഴെത്തട്ടിലുള്ള ദളിതരെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് തന്നെയാണ് ദളിത് സമൂഹം ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തിന് എതിരായൊരു ശബ്ദമുയർത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു.